നമസ്കാരം. എല്ലാവർക്കും ശ്രീ കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാനൊരു യാത്രയിലായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോസ് എല്ലാം തന്നെ ശ്രീ മൂകാംബിക ദേവിയുടെ കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവിയുടെ അമ്പലനടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത്. കണ്ട ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. കഴിയുന്നത്ര ഷെയർ ചെയ്യുക. എല്ലാവരും കാണുക. ദേവിയുടെ വിശേഷങ്ങൾ ഏറെ ഉണ്ട് പറയാം. എടുത്ത വീഡിയോസ് ഏറെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നില്ല. ഒരുപാട് ലെങ്തിയായി പോകുന്നു തോന്നിയുകൊണ്ട് കുറേയേറെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷമാണ് കാണിക്കുന്നത്. തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള ശീവേലിയാണിത്. ഇത് പല രീതിയിലാണ് നടത്തുന്നത്. ആദ്യം ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച, പിന്നീട് മഞ്ചലിൽ കൊണ്ടുപോകുന്ന കാഴ്ച, പിന്നീട് മണ്ഡപത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ച, അതിനുശേഷം മുകളിലെ ഇരുത്തിക്കൊണ്ടുപോകുന്ന കാഴ്ച എല്ലാം കണ്ടോളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കാഴ്ചകളൊന്ന് കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. എന്തോ ദേവി കൃപ കൊണ്ട് എനിക്കതിന് സാധിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. കണ്ടിട്ടില്ലാത്തവർ ഇത് കണ്ടോളൂ. ഈ രഥത്തിലാണ് ദേവിയെ എഴുന്നള്ളിക്കുന്നത്. രഥം വലിച്ചു കൊണ്ടുപോകും. ഒരു വലത് കൊണ്ടുവന്ന ശേഷമാണ് പിന്നീട് ബാക്കി ചടങ്ങുകൾ. സമയം നട്ടുച്ച നേരമാണ്. തറയിൽ ചവിട്ടി നിൽക്കാൻ പറ്റത്തില്ല, അത്രമാത്രം ചൂടാണ് അവിടെ. ബാക്കി ഞാനിനിയൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ. ദേവിയെ പല്ലക്കിൽ എഴുന്നള്ളിക്കുന്നു. അടുത്ത മഞ്ചലിൽ എഴുന്നള്ളിക്കുന്നു. ഈ ദേവി വിഗ്രഹം തേരിലേക്ക് എടുത്തു വെച്ച് തേര് വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് കാണാൻ പോകുന്നത്.
ദേവിയെ രഥത്തിൽ എഴുന്നള്ളിക്കുന്ന കാഴ്ചയാണിത്. ഇനി രഥത്തിൽ നിന്ന് ദേവി വിഗ്രഹം പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി ദേവിയുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം. ചൊവ്വാഴ്ച ഹനുമത് ജയന്തി ദിനമായിരുന്നുവല്ലോ. അന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചയാണിത്. ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളാണ്. ചുറ്റുവിളക്ക് കത്തിക്കുന്നു. ഇനി കാണിക്കാൻ പോകുന്നത് വളരെ പ്രസിദ്ധമായ സൗപർണിക നദിയെക്കുറിച്ചാണ്. പവിത്രമായി നമ്മൾ കരുതുന്ന സൗപർണികയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. നദി വറ്റി വരണ്ട് എങ്ങും വെള്ളമില്ല. ഉള്ള വെള്ളം പോലും കൈകൊണ്ട് തൊടാൻ പറ്റാത്ത അത്ര മലിനപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് ഇവിടെയുള്ളവർ പോലും പറയുന്നത്. ഇത് സൗപർണിക നദിയുടെ തൊട്ട് തീരത്തുള്ള ഗണപതി അമ്പലമാണ്. ഇത് ഗരുഡൻ അറ എന്ന് പറയുന്ന ഗരുഡ ഗുഹ. ഇതെന്ന് പറയുന്നത് അമ്പലത്തിനകത്തൊരു കാഴ്ചയാണ്. ശ്രീകോവിലിൻ്റെ തൊട്ട് മുന്നിലായിട്ടുള്ള ഒരു ചെണ്ടയാണ്. അമ്പലത്തിൽ സ്പെഷ്യൽ ദീപാരാധന സമയങ്ങളിലാണ് ഈ ചെണ്ട കൊട്ടുന്നത്. വൈകുന്നേരങ്ങളിലെ ദീപാരാധന സമയത്ത് ഈ ചെണ്ട കൊട്ടിയതിന് ശേഷമാണ് ചെയ്യുക. എത്രയോ വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ദേവിയെ ഒന്ന് ദർശിക്കാൻ കഴിഞ്ഞത്. എന്നിട്ടും എനിക്കൊരു സങ്കടം ബാക്കിയായി. കുടജാദ്രിയിലൊന്ന് പോകാൻ സാധിച്ചില്ല. അടുത്ത വരവിനെങ്കിലും അത് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.